അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള വഴിയെന്നറിയുമോ? ഞാനും നിങ്ങളും മുലവെടുക്കുന്നവരാണ്, ഞാനും നിങ്ങളും മുലവെടുക്കുന്നവരാണ്. ആ മുലവെടുത്ത് കഴിഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, 2 റക്അത്ത് നമസ്കരിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഉളവെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 2 റക്അത്ത് നമസ്കരിച്ചാൽ അവൻ അതുവരെ ചെയ്തു പോയ ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. മോനെ ഉളവെടുത്ത് കഴിഞ്ഞ 2 റക്അത്ത് നമസ്കരിക്കരുത്, 2 റക്അത്ത് നമസ്കരിക്കരുത്. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകർ റബ്ബനുഗ്രഹങ്ങൾ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലൂടെ മുത്തുനബി നടന്നു പോവുകയാണ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളുണ്ടല്ലോ, അവിടുത്തെ കൊട്ടാരങ്ങളും അരുവികളും പഴങ്ങളും പദവികളും കണ്ടുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാണ് നടന്നു പോകുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂലിന് നല്ല പരിചയമുണ്ട്. ആ നടത്തം കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് ആരോ പരിചയമുള്ള ഒരു മനുഷ്യനാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുകയാണ്. ആരാണെന്നറിയുന്നില്ലല്ലോ, ആരാണെന്നറിയില്ലല്ലോ. അതാ പറയുന്നു, നബിയേ, ആ പോകുന്നതാരെന്നറിയുമോ? സയ്യിദുനാ ബിലാൽ. അത് ബിലാലാണ് നബിയേ, അത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ നടന്നു പോകുന്നത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. മലക്കുകളാണ് ബിലാലിന്റെ പേര് പറയുന്നത്. സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ നമസ്കാരം കഴിഞ്ഞു സഹാബത്തിന്റെ മുന്നിലിരുന്നിട്ട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഇന്നലെ ഞാനൊരു മനുഷ്യനെ കണ്ടു. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു സഹാബാ. മലക്കുകളാ ചെറുപ്പക്കാരന്റെ പേര് പറയുകയാ, മലക്കുകളാ ചെറുപ്പക്കാരന്റെ പേര് പറയുകയാണ്. ആരാണ് നബിയേ? അല്ലാഹുവിന്റെ മലക്കുകൾ പേര് പറഞ്ഞ ആ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, അതെന്റെ ബിലാലാണ് സഹാബാ, അതെന്റെ ബിലാലാണ് സഹാബാ. പള്ളിക്കകത്തിരുന്നു കൊണ്ട് ലോകത്തിന്റെ നേതാവ് ചോദിക്കുകയാണ്, അയിന ബിലാൽ, എന്റെ ബിലാല് വിട്, എന്റെ ബിലാല് വിട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വർഗത്തിൽ വെച്ച് കണ്ടു എന്ന് പറയുമ്പോ ബിലാല് തങ്ങളിരുന്ന് കരയുകയാ. ബിലാൽ തങ്ങളിരുന്ന് കരയുകയാണ്. ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ബിലാലേ, നിന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ടു ബിലാൽ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ പേര് പറയുകയാ. നിന്നെ ബിലാലേ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാ, മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ ബിലാലേ. അല്ലാഹുവിന്റെ റസൂലിനെ അറിയാനിട്ടല്ല, മുത്തുനബി അവിടെന്ന് ചോദിക്കുന്നു, ബിലാലേ, സ്വർഗത്തിൽ ഇത്രയും വലിയ പ്രതിഫലം കിട്ടാ എന്ത് അമലാണ് നീ ചെയ്യുന്നത്? എന്തെങ്കിലും രഹസ്യമായ ഒരു പാപത്ത് ചെയ്യുന്നുണ്ടോ ബിലാൽ? അല്ലാഹുവിന്റെ റസൂലല്ലേ ചോദിക്കുന്നത്, പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ബിലാൽ തങ്ങൾ പറഞ്ഞ മറുപടി എന്നറിയുമോ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എപ്പോഴും ഞാൻ ഉളവെടുക്കും നബിയേ, എപ്പോഴും ഞാൻ ഉളവെടുക്കും നബിയേ. ഞാൻ ഉളവെടുത്തു കഴിഞ്ഞ 2 റക്അത്ത് നമസ്കരിക്കും നബിയേ.
സഹാബ, ബിലാലിന് സ്വർഗം കിട്ടാനുള്ള കാരണം അതാണ് സഹാബ. അതുകൊണ്ട് പറയുകയാ, ഒന്നുപെടുത്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്, അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കണമെന്നാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് നിങ്ങൾ എപ്പോഴും പെടുത്താലും നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫർദ് നമസ്കരിക്കാൻ ഒന്നുപെടുത്ത് കഴിഞ്ഞാൽ, ഫർദ് നമസ്കരിക്കാൻ ഒന്നുപെടുക്കുമല്ലോ, അപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിക്കടാ സഹോദരാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്നതായി മുത്തുനബി കാണുകയാ. എന്തേ കാരണം? ഒളുവെടുത്ത് കഴിഞ്ഞാൽ നിസ്കരിക്കും. നമ്മളിവിടെ ഫർദ് പോലും നിസ്കരിക്കുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബിലാല് തങ്ങൾ എപ്പോ ഒളുവെടുത്താലും 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കും. നമ്മൾ പള്ളി പോയിട്ട് ഫർദ് പോലും നിസ്കരിക്കാത്ത മഹാന്മാരാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. നിസ്കരിക്കുവോപ്പ? നിസ്കരിക്കുവോ? എവിടെ നിസ്കരിക്കാം അല്ലേ? നിസ്കാരത്തിന്റെ വാർഷികമൊക്കെ കഴിഞ്ഞ്, ആഘോഷമെല്ലാം കഴിഞ്ഞ് അടച്ചു വെച്ചു. ഇനി അടുത്ത റജബ് 27 വരണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്. ഞാൻ പറയുന്നത്, സഹോദര, നമുക്ക് നിസ്കരിക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. പള്ളിയിൽ ഫർദ് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒളുവെടുക്കണം. ഒളുവെടുത്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിക്കണ്ടേ? പള്ളിക്കകത്ത് കയറുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണോ? പറഞ്ഞങ്ങാതി. പള്ളിക്കകത്ത് കയറുമ്പോ 2 റക്അത്ത് നിസ്കരിക്കണോ? അപ്പൊ ഒളുവെടുത്തതിന്റെ 2, പള്ളിക്കകത്ത് കയറുമ്പോ നിസ്കരിക്കേണ്ട 2, 4. ഇനി ആ വഖത്തിന്റെ സുന്നത്ത് നിസ്കരിക്കണോ? നിസ്കരിക്കണോ? നാളെ സുബഹിക്ക് ഒളുവെടുത്തു. സുബഹിക്ക് ഒളുവെടുത്താൽ 2 റക്അത്ത് നിസ്കരിക്കണം. പള്ളിക്കകത്ത് കയറിയ 2 റക്അത്ത് നിസ്കരിക്കണം. സുബഹിയുടെ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. ഇല്ലേ? അപ്പൊ പള്ളിക്കകത്ത് കയറി ഈ നീയത്തോടൊക്കെ കൂടി 2 റക്അത്ത് അങ്ങ് നിസ്കരിച്ചാലോ ഇതെല്ലാം കിട്ടൂലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെയെങ്കിലും നിസ്കരിക്ക്. വേർതിരിച്ച് ഒളുവിന്റെ 2, പള്ളിക്കകത്ത് കയറുമ്പോ 2, സുന്നത്തിന്റെ 2, അങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ സുബഹിയുടെ സുന്നത്തെങ്കിലും നിസ്കരിക്കുക. അത് സാധാരണ സുന്നത്തല്ല, അതിന് വലിയ മഹത്വമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ സുന്നത്ത് നിസ്കരിക്കണം എന്നൊന്നും പറയുന്നില്ല. ഫർദെങ്കിലും നിസ്കരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഫർദെങ്കിലും നിസ്കരിക്ക്. നമുക്കതൊന്നും ഇല്ലല്ലോ. മഹാനായി നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു ഗോത്രം മുസ്ലിമാകാൻ കടന്നു വന്നു. ഒരു ഗോത്രക്കാരി മുസ്ലിമാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ മുസ്ലിം ആകാൻ വന്നതാ. മസ്ജിദ് നബവിയിൽ പള്ളിക്കകത്ത് വിളിച്ചു കയറ്റി അവര് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം ആകാൻ വന്നതാ, പക്ഷെ ഞങ്ങൾക്ക് ചില കണ്ടീഷൻ ഉണ്ട്. മുസ്ലിമൊക്കെ ആകാം, ചില കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഞങ്ങളോട് ജിഹാദ് ചെയ്യാൻ പോകാൻ പറയരുത്. അവര് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ, യുദ്ധകളത്തിൽ പോയി ജിഹാദിന് പോകാൻ ഞങ്ങളോട് പറയരുത്, ഞങ്ങൾ പോകൂല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, രണ്ടാമത്തെ കാര്യം എന്താ? സക്കാത്ത് കൊടുക്കാൻ പറയാൻ പാടില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പാവങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മൂന്നാമത്തെ കാര്യം എന്താ? നിസ്കരിക്കാൻ പറയാൻ പാടില്ല. ഇല്ലേ, എന്ത് രസമില്ലേ? അവര് പറഞ്ഞ മൂന്നാമത്തെ മറുപടി, നിസ്കരിക്കാൻ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അവര് കുറെ നാളത്തേക്ക്, താൽക്കാലികം അല്ല, ഖിയാമത്ത് നാൾ വരെയല്ല, കുറച്ചു നാളത്തേക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ജിഹാദിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ നിസ്കാരം നോ കോംപ്രമൈസ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിസ്കാരം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പൊ ഈ പള്ളിക്കകത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ഈ വഖത്ത് നിങ്ങൾക്ക് നിസ്കരിക്കൽ നിർബന്ധമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പള്ളിക്കകത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നിർബന്ധം. അടുത്ത വഖത്തല്ല, അതേ വഖത്ത്. അറിയുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ചോദിച്ച് പഠിച്ചിട്ട് നിസ്കരിക്ക്. സമയമില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഹദീസ് ഓർത്താൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടെങ്കിൽ ഒളുവെടുത്തിട്ട് നിസ്കരിക്കണം. വെള്ളമുണ്ടെങ്കിൽ ഒളുവെടുത്തിട്ട് നിസ്കരിക്കണം. വെള്ളമില്ലെങ്കിൽ മണ്ണുകൊണ്ട് തയമം ചെയ്തിട്ട് നിസ്കരിക്കണം. ഇനി വെള്ളവും മണ്ണുമില്ലെങ്കിൽ ഒളുവില്ലാതെ നിസ്കരിക്കണം. വസ്ത്രമുണ്ടെങ്കിൽ ഔറത്ത് മറച്ചിട്ട് നിസ്കരിക്ക്.
ഇല്ലെങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് നിസ്കരിച്ച് ഉള്ളത് ധരിച്ച് നിസ്കരിക്ക്, ഇല്ലെങ്കിൽ ഇല്ലാതെ നിസ്കരിക്ക്. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാനല്ല പറഞ്ഞേ. വസ്ത്രം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് മറയ്ക്ക്, അതും ഇല്ലെങ്കിൽ ഒന്നും ഇടാതെ നിസ്കരിക്ക്. 3, നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്, ഇല്ലെങ്കിൽ ഇരിക്ക്. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കിടക്ക്, കിടന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കൈകാലുകൾ അനക്കി നിസ്കരിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്ക്, അറിയില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്ക്, ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നിന്ന് നിസ്കരിക്ക്. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റൂല. ഇതാ ഈമാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിയല്ല. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയില്ല, ഒന്നുമില്ല. കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മനുഷ്യൻ, ചിലർ നിന്ന് മൂത്രം ഒഴിക്കും, എപ്പോഴും മൂത്രം പോകും. അവന് നിസ്കാരം നിർബന്ധമാണോ? നിസ്കാരം നിർബന്ധമാണോ? നിസ്കരിക്കണം. പെണ്ണുങ്ങൾക്ക് മെൻസസ് ആകാറുണ്ട്, ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും, എന്നാലും നിസ്കരിക്കണം. അതാ മസല. അതിന് ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ രോഗരക്തം, മൂത്രം പോകുന്നവരുണ്ട്. പറ്റുന്നത്ര നിനക്ക് ഏറ്റവും കുറഞ്ഞ മൂത്രം പോകുന്ന സമയം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം നോക്കി നിസ്കരിക്കുക, ഇല്ലെങ്കിൽ വല്ല തുണിയോ വെച്ചിട്ട് നീ നിസ്കരിച്ചോണം, അത് നോക്കരുത്. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, പാപം പൊറുക്കാനുള്ള 4ാമത്തെ എളുപ്പവഴി ഒളുവെടുക്കുക. ഒളുവെടുത്ത് കഴിഞ്ഞാലുടനെ 2 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറഞ്ഞൂടെ? 10 എണ്ണത്തി 5 എണ്ണം 50-50 ഇൻഷാ അല്ലാഹ് ഇരുന്നൂടെ? പറയറോ? ഇരിക്കാൻ 12 മണി വരെ ഇരിക്കാന്ന് നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈപൊക്കിക്ക്. പൈസ ഒതുക്കുമ്പോൾ ഈ ആത്മാർത്ഥതൊക്കെ കാണണം കേട്ടാ. പൈസ വയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ തന്നെ കാണണം ഇൻഷാ അല്ലാഹ്. അവിടെ ഇരുന്ന കുഴപ്പമില്ല, ഇന്നൊന്നും ഞാൻ പറയത്തില്ല. മതിലിന്റെ മുകളിൽ ഇരുന്ന കുഴപ്പമില്ല. അവിടെ ചങ്ങായിമാരെ എവിടെങ്കിലും ഇരിക്കാൻ പറ്റുന്നിടത്ത് കയറിയിരുന്നു ഇൻഷാ അല്ലാഹ്. താഴെ വീഴാതെ മക്കളെ നോക്കിക്കോണം കേട്ടോടാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. സലാത്തു സല്ലല്ലാഹു